ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ മദ്രസയിട്ട് വന്നപ്പോൾ ഉണ്ട് കേട്ടോ, ഇമ്മച്ചി ഇതാക്കണ് മീനൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല നാടൻ കുഞ്ഞൻ മത്തിയാണ് കേട്ടോ, ഫ്രഷാണിത്. ഇന്ന് രാവിലത്തെ ഫുഡ് മത്തിയും നാടൻ മത്തിക്കറിയും പൂളയും അങ്ങനെ കുഴച്ച് തിന്നണം. സാറ് അടിപൊളി ആയിക്കാരാ ഗൈസ്. ഇതൊക്കെ ഈ കറികളൊക്കെ ആവട്ടെ കേട്ടോ. അങ്ങനെ മത്തിക്കുട്ടികളെ ജമ്മിച്ചത് അങ്ങനെ കേക്ക് നന്നാക്കുന്നുണ്ട്. കണ്ടോ, ഒറ്റ ചെറുതാണ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു കുഞ്ഞ് മത്തിക്കുട്ടികളെ കാണണേ. ഉറുമ്പാളൊക്കെ കണ്ടോ ഊരിനൊക്കെ മീനിക്ക് കണ്ടോ. ഇവിടെ നോക്കണ ഒരാൾ നിൽക്കണേ, ഇവിടെയൊക്കെ ഉണ്ടാക്കണേ എന്നെ നിറച്ച് ഒരു വരേറ്റ് വരുന്നുണ്ട് കണ്ടോ. അവിടെ കോയാളൊക്കെ നിൽക്കുന്നുണ്ട്. ഗൈസ്, ഞാൻ കോയിനെ കാട്ടി തന്നെയാണ് ചേക്കണേ. ഞാൻ നേരെ കൂറച്ചൊക്കെ എടുക്കാൻ പോയിട്ടോ. ഗൈസ്, ഇത് നോക്കി കണ്ടോ, ഇതൊക്കെ ഉണ്ടോ നിറച്ചാണ് പേക്കിയേക്കണേ. ഇതാക്കണേ ആ കടിച്ചു. ഗൈസ്, ഞാൻ ഏതായാലും കൂറച്ചൊക്കെ വരികട്ടെ കേട്ടോ. ഗൈസ്, നമുക്ക് ഇതങ്ങനെ കൂറച്ചൊക്കെ ഇങ്ങനെ വരുന്നേക്കാട്ടോ. അങ്ങനെ ഈ മീനിൻ്റെ ചുറ്റോറം അങ്ങനെ വേറെ തന്നെയാണ് കൊടുക്കുക കേട്ടോ. അതങ്ങനെ ഇങ്ങോട്ട് ഇവിടെ ഇന്നെ കടിച്ചോ കുറച്ചൊക്കെ വരണപ്പോൾ. ഗൈസ്, മീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാക്കണം കുറച്ചൊക്കെ ഇതാക്കണം. ചമ്മരമൊക്കെ ഇവിടെ ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഞങ്ങൾക്കൊരു സാധനം കെടുത്തരാം കേട്ടോ. നേരത്തെ കോഴിക്കളൊക്കെ പോയി. ഞാൻ ഗൈസ്, അവിടെ ഒരു കൊയ്യ കേട്ടോ. അതാണ് ആ കൊയ്യ കണ്ടോണ്ടിരിക്കുന്നത്. ഈ കോഴികൾ കണ്ടോ, അങ്ങനെ ആ കോയാണ് ചെറുപ്പം കയറലടി അങ്ങനെ കാട്ടിയേ വരും. ഇപ്പം പൈസ പേടിച്ച് മണ്ട് ക്യാമറ പിടിച്ചോണ്ടോ തോന്നുന്നു. അവിടെ കണ്ടോ കോഴി ഉണ്ട് കേട്ടോ. അതിന് കണ്ണാണില്ല, അതുകൊണ്ട് തന്നെ ഒക്കെ വരും. വരുന്നില്ലേ, നമുക്ക് ഈ കൊയ്ക്കൊക്കെ എടുക്കാം ടാജി ബാബ. യെസ്, കണ്ടോ കണ്ടോ ഇതാക്കണം. ഇവിടെ അരി തിന്നുന്നുണ്ട്, എന്നാലും മറ്റേ കൊയ് വരുന്നില്ല ഗൈസ്. ഈ കോഴികളൊക്കെ വരുന്നുണ്ടോ. ആ ഒരു കോഴി വന്നാൽ ഈ കോഴികളൊക്കെ എൻ്റെ കൈമൊക്കെ വരും. അങ്ങനെയാണ് ഗൈസ്. ഗ്യാസ്, നമുക്ക് ഇലക്ട്രിസിറ്റി പോവാം. ഗ്യാസ്, കാക്ക കണ്ട അവിടെ നോക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ കോട്ടേഴ്സ് നോക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് ഞാൻ നേരെ വീട്ടിൽ പോവാട്ടോ. ഗ്യാസ്, നമുക്ക് തിരിച്ചിതാക്കണം. കെട്ടിങ്ങനെ പച്ച കെട്ടിക്കണേ. നമുക്ക് തീയൊന്ന് വറകും കൊള്ളൊന്ന് കസ്റ്റൊന്ന് ഇങ്ങനെ കാട്ടി കൊടുക്കാം കേട്ടോ. വീട്ടിലെത്തി. ഗ്യാസ്, മീൻ ഇപ്പോഴും നന്നാക്കൽ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത് കത്തിച്ചിട്ട് കേട്ടോ. ഞാൻ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഇത് പോന്നു ഗൈസ്. ഇതിൻ്റെ ഈ ഒരു സാധനം പോന്നു കേട്ടോ. എന്താക്കണേ തീക്ക് എടുത്ത് നോക്കിട്ടോ. ഈ വയലേജ് സാധനം പോന്നോ? ആ ഗൈസ്, അതിന് ഞാൻ കത്തിച്ചിട്ട് കാട്ടിത്തരാം കേട്ടോ. ഗൈസ്, കണ്ടോ ഞാൻ പറ്റായിട്ട്
എന്ന് ചെന്നാണ്ട് കത്തിച്ചു കേട്ടോ. ഞാൻ ഒന്ന് കത്തിച്ചു അപ്പം തന്നെ കെട്ടു ഇതാണ് ഒരു ഇയർക്കല് ആയിക്കിട്ടേ. മീൻ ഇതാക്കണം കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. കാക്കച്ചാൽ ഇതാക്കണം, മീൻ വെള്ളം ഇതാക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ വെച്ച് പൂളായിക്കണം പറയാനായിട്ട്. കണ്ടോ തുറക്കേണ്ട വയസ്സ് ഇപ്പോൾ ചൂടാറും. ഇവിടെ ഇതാക്കണം കേട്ടോ, ഞങ്ങളിവിടെ ഉള്ളി തളിച്ചുമ്പോൾ ഇവിടെ കണ്ടോ ഒരാൾ നോക്കിയമ്മ നമ്മളെ അതിഥിയാണ് കേട്ടോ, മീൻ തിന്നാൻ വന്നതാണ്. ബാ ഡി ബാ സ്പൂൺ ഇതാക്കണം കേട്ടോ. ഇമ്മച്ചി മീനിക്ക് ഇടാൻ വെളുത്തുള്ളി തൊളിച്ചിട്ടുണ്ട് വെക്കണുണ്ട്. അതുപോലെ തന്നെ ചെറുള്ളി, പച്ചമുളക്, തക്കാളി. എൻ്റെ അമ്മച്ചി ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ മീൻ കറികളൊക്കെ വെക്കുക. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാത്ത കുറേ പേരുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യട്ടെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ കോഴിൻ്റെ പിന്നാലെ നടക്കണമൊക്കെ ഒരു ചെമ്മക്കാനൊക്കെ കണ്ടോ ഡാ 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 ഇങ്ങോട്ട് അതിനെ കൊത്തിയിട്ട് ഇതാക്കും. ഇവിടെ ഒന്ന് ഇതാക്കണം, പേടിച്ചാണ്ട് നിൽക്കുന്നുണ്ട്. ഇതാക്കണം അവിടെ ഇതാക്കണം, ഒന്ന് കൂട്ടിൽ ഇതാക്കണം വരുന്നുണ്ട് ഇതാക്കണം. ഇനി ഇതിനേക്കാറുണ്ടോ ഈ ഒരു കൂട്ടത്തിനേക്കാരം ഇതാക്കണം. ഉണ്ടോ ഞാൻ പറയല്ലേ ഡി ഇതിന് 2 കുട്ടികളുണ്ട്. പക്ഷേ അല്ലേ ഓള് നോക്കൂല, ഓള് കൊത്തിയിട്ടെന്നറിയോ. രാത്രി ആയാലും അങ്ങനത്തെ രാത്രി കൂട്ടുന്നൊക്കെ കൊത്തിയിട്ടെന്നറിയോ. കുട്ടികൾ ഇവിടെ ഞങ്ങൾ അരി ഇട്ടെടുക്കൽ കേട്ടോ. ഇവിടെ അരി ഇട്ടെടുത്താൽ ഓരണ്ട് കൊത്തിയിട്ട് അങ്ങോട്ട് ആട്ടും. ഗസ് എന്നുവെച്ചാൽ അവിടെ തൊലിച്ചുമ്പോഴത്തേക്ക് നമുക്കവിടെ ചിപ്സ് നാട്ടോ തൊട്ടയക്കുന്ന ഗസ് നല്ല എടുത്തിടാമല്ലോ അല്ലേ ചെയ്തരാ. ഞങ്ങളേതായാലും ഇത് തിന്നട്ടെ കേട്ടോ. ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ പറഞ്ഞെടുക്കാം കേട്ടോ. കുറച്ചുകൊണ്ട് മതി. വെളിച്ചെണ്ണൊക്കെ എന്താവില്ല. കടുകിടണ്ട, വെളുത്തുള്ളിയും ചെറുള്ളി നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ മീൻകറി തരാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗ്യാസും ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. ഒരു സൈഡിൽ ഇതാകണം പൂളുണ്ട് കേട്ടോ. ഇവിടെ പുതിന എടുത്ത് വെച്ചാണ് കേട്ടോ. അതേപോലെ തന്നെ കരിവേപ്പിൻ്റെ. ഞങ്ങൾക്കൊരു പുതിയ ടെക്നിക്കാട്ടോ. ഒരു പുതിന കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് അയ്യോ അച്ചോടി ഉണ്ടാകണം മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. കഴിച്ചുകൊള്ളുണ്ടോ അത് വറക്കാം. ബിസിനസ് തുറക്കണ്ടപ്പോഴാണ് ഇതാണ് കേട്ടോ ഞാൻ ചാനൽ ചെയ്യണ ബുക്ക് കേട്ടോ. ഇതിലില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരുന്നുണ്ടോ. ഇവിടെ ഞാൻ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് ഡേറ്റ് അതുപോലെ തന്നെ ഇവിടെ ഉപ്പൊക്കെ ഇതുള്ളതാണ്. ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ മീൻകറി ആയി പറയണ്ട അവിടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതങ്ങനെ ഇവിടെ പിന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ വരാം. അതങ്ങനെ ഇവിടെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളത് എൻ്റെ ജേണൽ. ഗൈസ് നമുക്ക് ഇത് തുറക്കാം കേട്ടോ. പൊതിനെല്ലാം ഇട്ടെടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം ഗൈസ്. ആ പൊതിനേൻ്റെ മീനിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പപ്പടക്കോളെന്ന് പറഞ്ഞ് ഇങ്ങനെ കാട്ടി കൊടുക്കാം. ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആക്കലാണ് കേട്ടോ പൂള.
ജസ്റ്റ് ഓരോരോ പ്ലേറ്റൊക്കെ ഇതാക്കാം കേട്ടോ. ഓരോരോ പ്ലേറ്റ് ഇല്ല, 2 പ്ലേറ്റ് ഉള്ളൂ. ഇതെത്ര മതി? ഇമ്മച്ചിക്ക് എടുത്തോ. ജസ്റ്റ് ഇമ്മച്ചിക്കുള്ളത് ഗസ്റ്റ് കണ്ടോ. ഇവിടെ ഇതാക്കണ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബസ് വെയിൽ വരാതെ കാനാട്ടെ അങ്ങനെ കിട്ടിക്കണം. ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. ഇപ്പം സമയം എത്രയായി? 8:56 കേട്ടോ. ഞങ്ങൾ ചായ അടിച്ചിട്ടില്ല അപ്പോഴും. ഗീസ് നല്ല ചൂട് മീൻകറി, ചൂട് പൊളി. ഗീസ് ആവി പറക്കണുണ്ട്. ഗീസ് നമുക്ക് പാരാട്ടോ. മതി മതി മതി. ഗീസ് ഇമ്മച്ചിൻ്റെയൊക്കെ പാരുന്നുണ്ട്. ഇല്ല ഇമ്മച്ചി കുഴച്ചതൊന്നും കിട്ടും. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ തന്നു നോക്കട്ടെ കേട്ടോ. ചൂടുണ്ട്. അടിപൊളി കേട്ടോ ഗൈസ്, ഒന്നും പറയാ. ഗൈസ് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ഒന്നാമത്തേക്ക്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.